ഇന്ന് ചെയ്യാൻ പോകുന്ന അത് ഒരു എഗ് മഞ്ചൂരിയനാണ് ചെയ്യാൻ പോകുന്നത്. എഗ് മഞ്ചൂരിയൻ അധികം ഹോട്ടൽസിൽ കിട്ടാറില്ല, ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും റെയർ ആണ്. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ആനീസ് കിച്ചണിനകത്ത് എഗ് മഞ്ചൂരിയൻ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നുള്ളത് ആദ്യം നോക്കോ. ഫസ്റ്റ് ഇതിന് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ ഇച്ചിരി സവാള, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഇത് റെഡ് ചില്ലി സോസാണ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇതെന്നാന്നോ, ഞാൻ മുട്ട വറുത്ത് വെച്ചേക്കുക. ഇനി മുട്ട എങ്ങനെയാണ് വറുത്തതെന്ന് പറഞ്ഞുതരാം. എളുപ്പമാണ്, എന്നാൽ ഇച്ചിരി പാടാ. എന്നെ വേറെ പണിയില്ലെന്ന് ചോദിക്കല്ലേ. രണ്ട് കാര്യം പറയാം. മുട്ട പുഴുങ്ങിയേച്ച് ചെയ്യാൻ നോക്കും, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ. മുട്ട നമ്മൾ ഓംലെറ്റിന് എടുക്കുമ്പോൾ ഉള്ളിയും പച്ചമുളക് ഇതെല്ലാം എടുക്കും. അതൊന്നും വേണ്ട. മുട്ട അടിച്ചേച്ച് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി കുരുമുളക് ആവശ്യത്തിന് ഇട്ട് അടിച്ചേച്ച് നല്ലോണം അടിക്കുക. അടിച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് ഇതൊഴിച്ച് അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കണം. എടുത്തേച്ച് ഇത്രയും മെനക്കെടാൻ എന്നാത്തിനാ കൊച്ചേ എന്ന് ചോദിക്കല്ലേ, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പുഴുങ്ങിയെടുത്തിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അതിനെ മുറിക്കുക. നമുക്ക് ഏത് ആകൃതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ മുറിക്കുക. വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് മുട്ട അടിക്കുക, പാത്രത്തിലൊഴിക്കുക, അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല പോസ്റ്റ് എഗ്ഗായിട്ട് വരും. അപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മുറിച്ചേച്ച് മൈദ, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് സെയിം, അതായത് നമ്മുടെ മുട്ടയിലിട്ട് ഉപ്പും കുരുമുളകും അല്ലാതെ മൈദയും കോൺഫ്ലവറും ചേർക്കണം. മൈദയും കോൺഫ്ലവറും ചേർക്കുമ്പോൾ 2:1, അതായത് കോൺഫ്ലവർ 1 സ്പൂണും മൈദ 2 സ്പൂണും. അതനുസരിച്ച് അളവ് കൂടുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക. അന്നേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി റെഡ് ചില്ലി പൗഡർ, അതായത് നമ്മുടെ മുളക് പൊടിയും കൂടി ഇടുക. ഇട്ടേച്ച് നല്ലോണം ഒന്ന് കലക്കുക. കലക്കി കഴിഞ്ഞേച്ച് എന്നാ എടുക്കണമെന്നറിയാവോ, നമ്മൾ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയില്ലേ, മുട്ടയിൽ നിന്ന് ഓരോ കഷ്ണം വീതം എടുത്തേച്ച് ഈ ബാറ്ററിൽ എടുക്കുക, നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്യുകയാണു എങ്കിൽ നമ്മുടെ 4 മണിക്ക് ഒരു ചായയിലൂടെ കഴിക്കാൻ നല്ലൊരു പലഹാരമായത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ടെൻഷനല്ല. ഒരു മുട്ട എടുക്കുക, നല്ലോണം ഉപ്പും കുരുമുളകും ഇട്ട് അടിക്കുക, അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് ആറിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിക്കുക. മുറിച്ചിട്ട് മൈദ, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക്, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുക. നല്ലോണം കലക്കുക. കലക്കിയേച്ച് പുഴുങ്ങിയ മുട്ട ഏതാന്ന് വെച്ചാൽ ഓരോ പീസസ് ആയിട്ട് എടുക്കുക, എണ്ണയിലിടുക, നല്ലോണം വറുത്തെടുക്കുക. അങ്ങനെ വറുത്തെടുത്തതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി വറുത്തെടുക്കുന്ന സമയത്ത് എന്നാ പുഴുങ്ങിയ മുട്ട ഇട്ടൂടെ എന്ന് ചോദിക്കുവേ. എന്നാന്നോ, അതിനകത്ത് ഇച്ചിരി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു ക്വൈറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അതിന് വരുന്നത്. പിന്നെ ഇച്ചിരി എന്നാ പറയുക, ഉള്ളിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടമാണ്, ഇത് നമ്മുടെ ഇഷ്ടമല്ല. പിന്നെ അതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ പുഴുങ്ങിയ മുട്ട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. രണ്ടിനും രണ്ടാണ്. അല്ല എന്ന് പുഴുങ്ങിയ മുട്ട ഇടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിട്ട് വെച്ചാൽ മതിയേ. എളുപ്പ വഴി നോക്കുവാണെങ്കിൽ പുഴുങ്ങിയ മുട്ടയാ ഭേദം എന്ന് തോന്നും. ഇതിന് പിന്നെ കൂട്ട് ചേർക്കാൻ അധികം നേരമൊന്നും വേണ്ട. എണ്ണയൊന്ന് ചൂടായേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇട്ടാൽ മതിയേ. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അല്ല, ഒരു 3/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഈ ബാച്ചിലേഴ്സൊക്കെ ഈ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നമുക്ക് അരയ്ക്കാനും പിടിക്കാനും ഒന്നും വെക്കുകയില്ല, അന്നേരം മേടിച്ച് വയ്ക്കത്തേ ഉള്ളൂ. അങ്ങനെ മേടിക്കുന്ന ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും എന്നാ കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മേടിച്ചതായത്. അന്നേരം ഈ പറഞ്ഞ പോലെ അതിനകത്ത് വെള്ളം അതെല്ലാം ഇങ്ങനെ പോയിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ. ഇങ്ങനെ പൊട്ടിത്തെറി എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞേച്ച് ഈ മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നല്ലോണം മൂപ്പിച്ചേച്ച് വേണം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ. അടുത്തത് ചേർക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു ചുവയുണ്ടല്ലോ, മുന്നേ വരും. ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള,
അത് എന്നാ പറയുന്നത് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചത്. അത് ആ പെറ്റലായിട്ട് മൊത്തം വരുന്നിടം വരെ ഇച്ചിരി ഒന്ന് വഴറ്റുക. പക്ഷെ നമുക്കറിയാം മഞ്ചൂരിയൻ ഒരുപാട് സവാള വേവാറില്ല, അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് അവിടെ ഉണ്ട്, അങ്ങനെ വേവിക്കാറുള്ളൂ. ഇതെപ്പോഴും ഹോട്ടൽസിലൊക്കെ ഹൈ ഫ്ലെയിമേലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം, പിന്നെ അതിന് ഒരുപാട് കളേർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 കളേഴ്സും ചേർക്കാം ക്യാപ്സിക്കത്തിൻ്റെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ആ ക്യാപ്സിക്കം ഒരു ഇച്ചിരി വേവാനുണ്ട്. ചിലർക്ക് അങ്ങനെ ഇഷ്ടമാണ് ആ ക്യാപ്സിക്കം, എന്നാലും ആ ഒരു ക്രഞ്ചിനെസ് നിൽക്കുന്നതല്ല. ഒത്തിരി ക്യാപ്സിക്കം വെന്തു പോയാലുണ്ടല്ലോ ഇച്ചിരി അങ്ങ് തണുത്ത് പോയി കഴിയുമ്പോൾ ഒരുമാതിരി സോഗിയായി പോവും, അത് കൊള്ളുകയല്ല അതിന്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഇതിനകത്ത് നമ്മുടെ സോസസ് ആണ്. ഫസ്റ്റ് റെഡ് ചില്ലി സോസ്. ഇത് ചേർക്കുന്നതുകൊണ്ട് എന്നാണെന്നറിയാവോ, നമ്മുടെ പച്ചമുളക് ചേർക്കുന്നില്ല, അപ്പോൾ ഇതിന് ഇച്ചിരി എരിവുണ്ട്. എന്നാൽ ഈ എരിവാണ് വേണ്ടിയേ, അതുകൊണ്ട് നമ്മൾ പച്ചമുളകിൻ്റെ ഒരു സ്പൂണും അല്ലാതെ സോസിൻ്റെ ഒരു സ്പൂണും, അങ്ങനെ 2 സ്പൂൺ. എന്നാന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ട്. നെക്സ്റ്റ് കുറച്ച് സോയാ സോസ്, ഒരു വലിയ സ്പൂൺ തന്നെ ചേർക്കും. ടൊമാറ്റോ സോസ് 3 സ്പൂൺ. ഇതിനകത്ത് ഉള്ളിത്തണ്ട് ഇടാം, നിറച്ച് മല്ലിയില ഇടാം. പിന്നെ ഒരു കാര്യം, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടുന്നത്. പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഇങ്ങനെ അരിഞ്ഞിട്ടേക്കുന്നത്, വെളുത്തുള്ളിയൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് കിടക്കുന്ന കാണാം. അതും കൂടി ഇടുവാന്നേൽ കാണാനൊരു രസമാണ്. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, അരച്ചിട്ടാലും കുഴപ്പമില്ല. നമ്മൾ മുട്ടയിലും കലക്കുന്ന ബാറ്ററിനകത്തും കുരുമുളക് ചേർക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് കുരുമുളക് ഇടാത്തത്. ഇനിയിപ്പോൾ അത് പോരാ, കുരുമുളക് വേണമെന്ന് തോന്നിയാൽ ഇതിനകത്തൂടെ ഇച്ചിരി ഇടാവേ. ഇതിനകത്ത് ഇടുന്ന കുറച്ച് എന്നാ പറയുക, വൈറ്റ് പെപ്പർ ഇട്ടാലും കുഴപ്പമില്ല. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി എരിവ് കാണും. ഒന്നും പറഞ്ഞ് ഇത് ഭയങ്കര എരിവുള്ളൊരു കറിയൊന്നുമല്ല. അറിയാമല്ലോ, നമ്മൾ ചില്ലി ചിക്കനും ചിലയിടത്ത് സ്പൈസി ആണെന്നു, ചിലയിടത്ത് സ്പൈസി അല്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് ഇഷ്ടം, നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണ്, നമ്മുടെ നാവിൻ്റെ രുചി ഏതാ, അതാ ഉണ്ടാക്കുക. മിക്ക വെജിറ്റേറിയൻസും ഈ പറഞ്ഞ പോലെ ഇറച്ചി മീനും ഒന്നും കഴിച്ചില്ലെങ്കിൽ മുട്ട കഴിക്കും കേട്ടോ. ഇപ്പം കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് ഡോക്ടർ പറയും ഡെയിലി അറ്റ്ലീസ്റ്റ് 1 മുട്ട, അതിൻ്റെ വൈറ്റേലും തിന്നണമെന്ന് പറയുവേ. അങ്ങനെയുള്ളവർക്കും ഒരു ചിലർക്കുണ്ടല്ലോ മുട്ടയുടെ ആ ഒരു മണവും രുചിയും ഒന്നും പിടിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് തോന്നുകയില്ല. നമുക്ക് എന്നാൽ ഡോക്ടറിൻ്റെ ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു മുട്ട അത് പോവുകയും ചെയ്യും. ഇത് നല്ല അസലായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സോസ് എല്ലാം നമ്മുടെ ആ മുട്ടയിൽ നല്ലോണം ഒന്ന് പിടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ അലങ്കാര ഭാഗമൊക്കെ നമ്മുടെ കലാഹൃദയം പോലെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മഞ്ചൂരിയൻ. എളുപ്പമല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വീട്ടിലൊക്കെ എത്ര വേഗം ഉണ്ടാക്കാം.